അജിൻക്യ രഹാനെ CSK യുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. സോ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. അജിൻക്യ രഹാനെ രാജസ്ഥാൻ റോയൽസ്, അദ്ദേഹം രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ CSK യിലേക്ക് എത്തി. ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് ബേസ് പ്രൈസായ 2 കോടിക്ക്. നമുക്കറിയാം അദ്ദേഹം ഓപ്ഷനിൽ വന്ന് ആദ്യമേ സെയിലായില്ല, പിന്നാണ് ആക്സിലറേറ്റഡ് ഓപ്ഷനിലാണ് അജിൻക്യ രഹാനെ KKR സ്വന്തമാക്കുന്നത്. എന്തായാലും അത് നന്നായി എന്ന് പറയാം, അതൊരു ലോട്ടറി ആയെന്ന് തന്നെ പറയാം. അതായത് ഈ ഒരു സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം വൺ ഓഫ് ദി ടോപ്പ് സ്കോറേഴ്സാണ്. കൂടാതെ മുംബൈയാണ് കിരീടം നേടിയത്. സോ അങ്ങനത്തെ ഒരു പ്ലെയറാണ് അജിൻക്യ രഹാനെ. ഏജ്ഡ് ആണെങ്കിൽ പോലും വളരെ മികച്ചൊരു പെർഫോമൻസ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത് CSK യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അജിൻക്യ രഹാനെ നടത്തിയ വലിയൊരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിന് CSK വെച്ചുണ്ടായ അനുഭവം മറ്റ് ക്ലബ്ബുകളിൽ വെച്ചുണ്ടായ അനുഭവമാണ് പറയുന്നത്. അതൊരു കമ്പാരിസണാണെന്ന് പറഞ്ഞത്. അതായത് താൻ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ എന്താ പറയുക, മറ്റ് ടീമുകളിലെ മാനേജ്മെൻറ്റ്, കോച്ച് സ്റ്റാഫ് എല്ലാവരും തന്നോട് പറയുന്ന ഒരു 10-15 ഓവർ വരെ കളിക്കുക, ഒരു ആങ്കർമാനായിട്ട് നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ അടിച്ച് കളിച്ചോളൂ എന്ന രീതിയിലായിരുന്നു തന്നോട് പറയുന്നത്. ബട്ട് എന്താ പറയുക, CSK താൻ കളിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നു. തൻ നാച്ചുറൽ ഗെയിം എന്താണോ അതുപോലെ കളിച്ചേക്കാനാണ് CSK യിൽ പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ അവിടെ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കളിക്കുക, അതാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം CSK എന്തുകൊണ്ടാണ് ഇത്ര മികച്ച ക്ലബ്ബായി മാറിയത്. നിങ്ങൾ നോക്കിയാൽ മതി, പല കളിക്കാരും CSK യിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഫോമിൽ കളിക്കുന്നത് കാണാം. മറ്റ് ടീമിന് കളിച്ച ഫോമിലല്ല CSK യിലേക്ക് ചെല്ലുമ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ അജിൻക്യ രഹാനെ ആണെങ്കിലും അദ്ദേഹം ഇപ്പോൾ നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ ഗെയിം ശൈലിയിലുണ്ടായ മാറ്റം, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അദ്ദേഹം കളിക്കാൻ തുടങ്ങി. ഈ ഒരു രാജസ്ഥാൻ റോയൽസിലാണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു, മറ്റ് ടീമുകളിലാണെങ്കിൽ അങ്ങനെയല്ലായിരുന്നു. ഗ്യാപ്പ് കണ്ടെത്തി ബൗണ്ടറി അടിക്കുക, അവിടെ കുറച്ച് നിന്ന് കളിക്കുക, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നു. ബട്ട് CSK യിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ടോട്ടലി മാറി എന്ന് തന്നെ പറയാം. സോ എന്തായാലും അതിനൊക്കെ കാരണം ഇതായിരിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിന്